പുറത്തൊരെണ്ണം ഇങ്ങനെ സിബില്ലാത്തത് ഓപ്പൺ കണ്ടിട്ടുണ്ടോ? അതിന്റെ രണ്ട് സൈഡും ആമൻ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആമൻ ലൈനുകൾ ഉണ്ടാകും. ഇങ്ങനെ പുറത്തിടും. ഒരു ലോഹ പോലെ ഇരിക്കും. നേർമയാ, അത് ഭയങ്കര വിലയാ. അത് രാജാക്കന്മാരിടുന്നതാ, അത് മഹത്തുക്കൾ ധരിക്കുന്നതാ. ഇവന്റെ വാസം എങ്ങനെയാ? പട്ടുമെത്തയിൽ. ഇവൻ എങ്ങനെയാ? ആഡംബരത്തോടെ ധൂമര വസ്ത്രം ധരിച്ച്. എന്നാൽ പുറത്തൊരുവൻ കിടപ്പുണ്ട്. അവന്റെ പേര് ലാസർ എന്നാണ്. രാമൻ പറയും മക്കളെ, അവന്റെ പേര് ലാസറ. ഈ പറയുന്ന ധൂമര വസ്ത്രം അവൻ ഇല്ല കേട്ടോ. ഈ പറയുന്നതൊന്നും അവൻ ഇല്ല കേട്ടോ. പക്ഷെ അവന്റെ വാസം അവൻ ഈ കൊട്ടാരത്തിന്റെ വെളിയില. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിങ്ങൾ രണ്ടുപേരുടെയും മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ആഡംബര സുന്ദരിയായി ജീവിക്കുന്ന ഇവന്റെ മുഖത്തില്ലാത്തത് എന്തോ ഇവന്റെ മുഖത്തുണ്ട്. അവന്റെ മുഖത്ത് മിന്നി തെളിയാത്തതെന്തോ ഇവന്റെ മുഖത്തുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ ദൈവമൈതലേ. എന്തെങ്കിലും ലഭിക്കുമ്പോഴുള്ള ഒരാനന്ദമല്ല ദൈവമക്കളുടെ ആനന്ദം. ഒന്നുമില്ലായ്മയിലും ദൈവത്തെ ആരാധിക്കാൻ, ഒന്നുമില്ലായ്മയിലും ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. ഒന്നുമില്ലെങ്കിലും യഹോവയിൽ പ്രത്യാശ വെക്കുന്ന ദൈവമൈതലേ, നിന്റെ പ്രത്യാശ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ബലപ്പെടണം, ശക്തിപ്പെടണം, ശക്തീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ലോകത്താരെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ വിചാരിച്ചത് ഈ സ്തോത്രം, ആ മനുഷ്യനങ്ങ് ഉയർന്നു, അയാൾക്കൊക്കെ ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഉയർന്നതെന്ന് ഞാൻ ചിന്തിച്ചേ. അതൊന്നുമല്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാള് എന്തെങ്കിലും രീതിയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കഠിനാധ്വാനമുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. IAS എടുത്ത കളക്ടർ റെഡ് ലൈറ്റ് വെച്ച വണ്ടിക്ക് പോകുമ്പോ മാറി നിന്ന് വഴിയറമ്പി നിന്ന് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റും, അവൻ്റെ ഒരു പോക്ക് കണ്ടില്ല എന്ന്. പക്ഷെ ആ IAS എടുക്കാൻ താൻ പെട്ട പാട് നിസാര പാടൊന്നുമല്ല, അല്ലേ? എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അവൻ വില മുടക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ നിങ്ങൾ വില മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് ദൈവം നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ്. അത് ദൈവം നിങ്ങൾക്ക് തന്ന ദാനമാണ്. അത് ദൈവം നിങ്ങൾക്ക് തന്ന പ്രതിഫലമാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാന് സ്തോത്രം ഈ പാസ്റ്റർ ജോലി ആയതുകൊണ്ട്, ഒരു ദൈവദാസനായതുകൊണ്ട് നമ്മൾ എല്ലാ മേഖലകളും എന്ത് ചെയ്യേണ്ടി വരും? കൈകാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെ ചില മേഖലകൾ കൈകാര്യം ചെയ്തു പോകുമ്പോൾ എല്ലാ ആളുകളെയും നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്യും. അപ്പൊ ചിലർ വന്നിട്ട് പറയും, ആ ചേട്ടന്റെ പോക്ക് കണ്ടോ, അയാൾ എന്നെ അടിച്ചു പൊളിച്ചാ ജീവിക്കുന്നേ, ഞങ്ങളുടെ ജീവിതം കണ്ടോ, ഞങ്ങളുടെ ജീവിതം. അല്ല, തിരിച്ചു പറയും, അവനെ നോക്ക്, അനിയനെ നോക്ക്, അവൻ എന്ത് ലാബീഷായിട്ടാ ജീവിക്കുന്നേ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാ ജീവിക്കുന്നേ, അവൻ എന്ത് ഹൈഫൈ ആയിട്ടാ ജീവിക്കുന്നേ. അപ്പൊ നമ്മൾ ഇത് കേട്ടിട്ട് ഈ പുള്ളി ഒന്ന് പിന്താങ്ങാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ നമ്മൾ ചോദിക്കും, എന്നാലും നിങ്ങൾ ഇത്ര ഉയർന്നല്ലോ, നിങ്ങൾ ഇത്ര മാനിക്കപ്പെട്ടല്ലോ. പക്ഷേ ഇരിക്കു ഭാഷ എന്ന് പറഞ്ഞ് ഒരു കട്ടൻ ചായയൊക്കെ തന്ന് ആ മനുഷ്യൻ അനുഭവിച്ചതും താൻ അതിനുവേണ്ടി കൊടുത്ത വിലയും താൻ അതിനുവേണ്ടി ഒരുക്കിയ സമയവും അതിനുവേണ്ടി ഓടിയതുമൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അറിയാതെ പറയും, ഇയാളെ മാനിച്ചില്ലെങ്കിൽ ആ കഷ്ടം, അല്ലേ? ഞാൻ ഇന്ന് മക്കളെ നിങ്ങളോടൊരു ആഴമായൊരു ദൂത് പറയുക. ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കഠിനാധ്വാനമുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ചുമ്മാ കയ്യും കെട്ടിരിക്കുന്നവൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഉത്സാഹിയുടെ കയ്യ് സമ്പത്ത് വർദ്ധിപ്പിക്കാം. ഉത്സാഹിയുടെ കൈ എന്ത് ചെയ്യും? ഉത്സാഹിയുടെ കൈ സമ്പത്ത് വർദ്ധിപ്പിക്കും. ഒരൊറ്റ സെക്കൻഡ് ഒന്ന് ഓഫ് ചെയ്തേ, എന്നിട്ട് ചെയ്തോ. ഒരു കാര്യം പറയാം.
ഞാൻ ചൂതം പറമ്പ്, അവിടേക്ക് നമുക്കൊരു വിറവലൊക്കെ വരും. ഞാൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ചൂതം പറമ്പിൽ സൈവർ മകൻ ബിജുവാണ്. ഞാനത് തള്ളാനോ ഞാനത് എടുക്കാനോ അങ്ങനെയാണെങ്കിൽ മിണ്ടരുത്. അത് തള്ളിയവനെ ദൈവം മാനിച്ചു, ആ കഷ്ടപ്പെട്ടവനെ ദൈവം ഉയർത്തി. എല്ലാത്തിനും ഉയർച്ചയുടെ പിന്നിൽ ഒരു കഠിനാധ്വാനമുണ്ട്. ഒരു ആമേൻ പറ. ഹല്ലേലൂയ. അപ്പൊ മക്കളെ, ആമേൻ, സ്തോത്രം. നിങ്ങൾ സിന്ധി ചേച്ചിയോട് ചോദിച്ചു നോക്കേ, ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നില്ലേ? ഈ പ്രസംഗിക്കുന്നതിന് മുമ്പ് വീട്ടിൽ ഒരു ട്രയൽ കഴിഞ്ഞിട്ടാ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. കുളിച്ചോണ്ട് നിൽക്കുമ്പോഴൊക്കെ ആമൻ കുളിമുറിയുടെ അകത്തൊക്കെ ഇന്ന് പ്രസംഗിക്കുന്ന മെസ്സേജൊക്കെ കുളിമുറി ഇന്ന് പ്രസംഗിക്കും. യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്നിട്ട് ആ മെസ്സേജിനിടക്ക് ഒരു പാട്ട്. ചുമ്മാതല്ല, ഈ മെസ്സേജ് എല്ലാം ഇങ്ങനെ ഓരോന്ന് കുത്തിയിരുന്ന് എഴുതിയിട്ട് അതിനിടക്ക് പറയേണ്ട ഉദാഹരണങ്ങൾ ഇതിന് മണ്ട എഴുതി വെക്കും. അതിനിടക്ക് പാടേണ്ട പാട്ടുകൾ തെരഞ്ഞു പിടിച്ച് എഴുതി വെക്കും. ആ പാട്ട് ഓർത്തു വെക്കും. അല്ലാതെ പ്രസംഗത്തിനിടയ്ക്ക് സിയോൻ ഗീതാവലി അവിടെ, സിയോൻ ഗീതാവലിയല്ലേ, ആ പാട്ടിന്റെ വരി അവിടെ ഇല്ല. അതെല്ലാം അതിനോട് ചേർന്ന് പാടാൻ പറ്റിയ പാട്ട് മെസ്സേജിനിടക്ക് കുത്തിയിരുന്ന് പഠിച്ച് ആ വരി ഓർമ്മപ്പെടുത്തി എഴുതി വെക്കും. ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും. നിങ്ങൾ ഒരു നല്ല സുവിശേഷകനായി, ഒരു നല്ല പ്രസംഗകനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ നോക്കി വിലയിടാതെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേ. കഠിനാധ്വാനം ചെയ്യാത്തവൻ ഒരിക്കലും വളർച്ച പ്രാപിക്കത്തില്ല. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്നത്തെ മീറ്റിംഗ് ഇവിടുത്തെ മക്കൾക്ക്
17-ാം അധ്യായം എത്ര വാക്യോ? 18-ാം വാക്യം. ഒന്നിട്ട മക്കളെ. ഒത്തിരി നന്ദി. ഇസ്മായിൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി അബ്രഹാം. വാക്യം വായിച്ചോ. 17-ാം വാക്യമാണോ? അപ്പോൾ അബ്രഹാം കവിണ്ണു വീണു ചിരിച്ചു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണു ചിരിച്ചു. ഇതാരും പറയില്ല, ഇത് ആയിഷ ഇതാരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. എല്ലാം സാറയുടെ മണ്ടക്ക. ഇന്നും അങ്ങനെയാ. മക്കൾ തെറ്റ് ചെയ്താലും മക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മളെല്ലാം കയറുന്ന ആരുടെ മണ്ടക്ക? അതിന് നമ്മെ പോലെ മിടുക്കന്മാർ വേറെ ആരില്ല. കൊച്ചു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായാൽ നമ്മൾ പറയും കണ്ടോടി എന്റെ മകൾ. സ്പോർട്സിൽ ഫസ്റ്റ് കിട്ടിയാ പറയും കാണടി കാണ് അത് എന്നെ പോലെയാ. ഒരു പ്രശ്നം ഉണ്ടാക്കി വരുമ്പോ പറയും നിന്റെ സ്വഭാവം തന്നെയാ. അപ്പൊ വിഷയം വരുമ്പോ അവര് അമ്മയുടെയും പ്രശസ്തി വരുമ്പോൾ അപ്പനെ ക്രെഡിറ്റ് അങ്ങേറ്റെടുക്കും. പക്ഷെ അബ്രഹാമിന്റെ വിഷയം പറഞ്ഞു കിടക്കുക. അബ്രഹാം പറയുന്ന അപ്പോൾ അബ്രഹാം കവിണ് വീണെന്ത് ചെയ്തു? ചിരിച്ചു. സാറ വീണെന്നുമില്ല, നിന്നാ ചിരിച്ചേ. അപ്പൊ ഇനി ആരും സാറാമ്മച്ച മാത്രം കുറ്റം പറയല്ലേ. അപ്പച്ചനും ചിരിച്ചു. വിട്ടേരെ. അപ്പൊ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവരുടെ അകത്തൊരു സംശയം വന്നു. സംശയം വന്നപ്പോ ദൈവം ഒരു ചോദ്യം ചോദിച്ചു. 18-14 യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നിങ്ങൾ മോനെ സഭ ഒരുമിച്ചെന്ന് പറയാൻ പോകുക. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒന്നുറക്കെ പറ, യഹോവയാൽ കഴിയാത്ത. ഇന്ന് പകലിൽ ഈ ആലയത്തിനകത്ത് വന്ന ദൈവ കുഞ്ഞുങ്ങളോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ അരുളി ചെയ്തു. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവം പറയുന്നു, പ്രത്യാശ വെച്ച ദൈവ പൈതലേ, കാത്തിരിക്കുന്ന ദൈവ പൈതലേ, ഹൃദയം ഉറച്ചിരിക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്നോട് പറയുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത ഈ വചനത്തോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് മറ്റൊരു വചനം തരാം. യിരെമ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായി യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതിന് ഈ ഹല്ലേലൂയ പോരല്ലോ. ഞാൻ പറഞ്ഞ കാര്യം വേദപുസ്തകത്തിന്റെ നാഴികക്കല്ല. അങ്ങനെയാണെങ്കിൽ ആ നാഴികക്കല്ലായി വാക്യം വായിക്കുമ്പോ സഭാർപ്പോടെ പറയണം, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത മക്കളെ എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ ക്യാൻസർ ആണോ? ദൈവത്തിന് കഴിയത്തില്ലേ. ട്യൂമർ ആണോ? ദൈവത്തിന് കഴിയത്തില്ലേ. നിന്റെ കടഭാരമാണോ? ദൈവത്തിന് കഴിയത്തില്ലേ. നിന്റെ ഭവനപ്പണിയാണോ? നിന്റെ വിസയുടെ വിഷയമാണോ? നിന്റെ കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ ആണോ? നിന്റെ കുഞ്ഞിന്റെ ഭാവിയാണോ? ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ലെന്ന് പറ. കരം തട്ടി ആരാധിച്ചു പറ, യഹോവയാൽ കഴിയാത്ത ഒരു കാര്യമില്ല. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. അവന് കഴിയാത്തതൊന്നുമില്ല മക്കളെ. ഉണ്ടോ? നിങ്ങൾ വിശ്വസിക്കേ, യഹോവയെ കഴിയാത്ത ഒരു കാര്യമില്ല. നിങ്ങൾ പ്രത്യാശ വെക്കണം. നിങ്ങളുടെ ഹൃദയം മക്കളെ മറക്കല്ല മക്കളെ. സോദരം അജിത്തിന്റെ മോനല്ലേ? സ്വോത്രം. എവിടുന്ന്? അയർലൻഡ്, ന്യൂസിലാൻഡിൽ നിന്ന് പോയി മോൻ വന്നു. സ്വോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹായ്, പ്രൈസ് അല്ലാ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ഉറച്ചിരിക്കണം. കാത്തിരിക്കണം. ഷൈനി, കാത്തിരിക്കണം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അബ്രഹാം ഇസ്ഹാക്കിനെ എത്ര വർഷം ഹൃദയത്തിൽ വഹിച്ചു? 25 വർഷം. സാറ അമ്മച്ചി ഇസ്ഹാക്കിനെ എത്ര വർഷം? 10 മാസം അല്ല 9 മാസവും 9 ദിവസവും 9 വിനാഴികയും സാറ അമ്മച്ചി ചുമന്നു. അബ്രഹാം 25 വർഷം ഹൃദയത്തിൽ കൊണ്ടു നടന്നു. ക്ഷീണിച്ചോ?
ക്ഷീണിച്ചില്ല. 25 വർഷം ഹൃദയത്തിൽ ഇസഹാക്കിനെ കൊണ്ട് നടക്കുമ്പോഴും അബ്രഹാമിന് അറിയാമായിരുന്നു, എന്റെ പ്രത്യാശ ചോരത്തില്ല, എന്റെ ഹൃദയം പെടയത്തില്ല. പറഞ്ഞ ദൈവം വിശ്വസ്തൻ. സ്വതന്ത്രം. മക്കളെ, നിങ്ങൾ ഒരിക്കലും ഷോർട്ട് കട്ട് തേടി പോവല്ലേ. ഗൂഗിൾ അമ്മച്ചി നമ്മളെ ഷോർട്ട് കട്ട് വഴി വിടുന്ന പോലെ ആമേൻ, ഗൂഗിൾ അമ്മച്ചിയുടെ പുറകെ ഷോർട്ട് കട്ട് തേടി പോകല്ലേ. ദൈവം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾ എന്ത് ചെയ്യും? ദൈവം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ വഴിക്ക് അല്പം താമസമുണ്ടാകാം. പക്ഷേ നിങ്ങൾ കേൾക്കുന്നുണ്ട് തന്നെ. ഞാൻ ഇനി പറയുന്ന കാര്യം വളരെ അച്ചിട്ട ദൂത, അതുകൊണ്ട് ആർക്കും മിസ്സാകരുത്, ക്യാച്ച് ചെയ്യണം. വളരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുള്ള ആ വാഗ്ദത്തത്തിന്റെ നിവർത്തിയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവരും. പക്ഷെ അതിനൽപ്പം സമയമെടുക്കും, അല്പം സമയം വരും. അതോർത്ത് ഭാരപ്പെടരുത്. അപ്പൊ ചിലയിടത്ത് ചില ചെത്തു വരും. യോഹന്നാൻ 15 പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് അധികം ചെത്തും. അധികം ചെത്തുമ്പോ ദൈവത്തോട് ചോദിക്കരുത്, എന്നെ എന്തിനാ ഇങ്ങനെയിട്ട് ചെത്തുന്നത്, എന്തിനെ എന്നെ ഇങ്ങനെയിട്ട് ഉടക്കുന്നത് ചോദിക്കരുത്. നിന്നെ അധികം ഫലം പുറപ്പെടുവിക്കാനാ. ആമേൻ. ഞാനൊരു ദൂത പറയുന്നു, ആര് വേണേലും അത് ഏറ്റെടുത്തോ. ദൈവം ചില പെനീനമാരി ആക്കി വെച്ചിരിക്കുക. എന്തിനാ പെനീനാക്കിയെന്ന് ചോദിച്ചാൽ, ആ പെനീന ഉള്ളത് കൊണ്ടല്ലേ നീ ആലയത്തിൽ വന്നത്. ആ പെനീന ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ആലയത്തിൽ വരാൻ പറ്റുമോ? ആ പെനീന കാരണമല്ലേ നീ ആലയത്തിൽ മുട്ടുമടക്കിയത്, ആലയത്തിൽ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആ സ്തോത്രം, എന്തെങ്കിലും ഒരു ദിവസം ഹന്നയെ കണ്ടാൽ, എന്തെങ്കിലും ഒരു ദിവസം പറമക്കളെ ഹന്നയെ കണ്ടാൽ ഹന്നയോട് പറയും, യെസ് ഹന്ന, ആ പെനീനയ്ക്ക് 3 പൊറോട്ടയും ഒരു ബീഫും കൊടുക്കണേ. 3 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ മേടിച്ചു കൊടുക്കണേ. അപ്പൊ ഹന്നമ്മ ചോദിക്കും, അതെന്തിനാ? അവൾ കുത്തിയത് കൊണ്ടല്ലേ, അവൾ പീഡിപ്പിച്ചത് കൊണ്ടല്ലേ അമ്മച്ചി ആലയത്തിൽ വന്നതും ദാൻ മുതൽ ബേർശേവ വരെ വിശ്വസ്ത പ്രവാചകനായ ഒരു ശമൂവേലിനെ കിട്ടിയതും അല്ലേ? ചില പ്രശ്നമല്ലേ നിന്നെ ദൈവത്തോട് അടുപ്പിച്ചത്, ചില പ്രതിസന്ധിയല്ലേ നിന്നെ ദൈവത്തോട് അടുപ്പിച്ചത്, ചില പ്രതികൂലമല്ലേ നീ മുട്ടുമടക്കിയത്. അതുകൊണ്ട് ഇന്ന് മകൾ ആ പെനീനക്ക് നന്ദി പറ, ആ പെനീനെ നോക്കി പറ. എന്തുകൊണ്ട്? അവൻ ഇതൊരു ദൈവനാമ മഹത്വത്തിനാ. അവൾ കുത്തുന്നത് നല്ലതാ, അവിടെ പ്രശ്നം നല്ലതാ, അവിടെ വേദന നല്ലതാ. ഹല്ലേലൂയ. സ്വതന്ത്രം പറഞ്ഞേ. നല്ല മുറിവും കൊണ്ട് സൈക്കിളേന്ന് വീണ് നല്ല മുറിവും കൊണ്ട് കണ്ടക്കടവ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ആമേൻ, ഒരു സ്തോത്രം കത്രികക്കകത്ത് അറ്റത്തിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു കത്രികക്കകത്ത് ഒരു നേഴ്സമ്മ ഒരു പഞ്ഞിയുമായിട്ട് സ്പിരിറ്റ് മുക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ ഇന്നും മറക്കില്ല. ഞാൻ അവർക്ക് രക്തരക്ഷസ് എന്നാ പേരിട്ടത്. കാരണം ഞാൻ വീണിട്ട് കണ്ടക്കടവ് പാലത്തിൽ നിന്ന് സൈക്കിൾ നിറച്ച് വീണ് 1 ഏക്കർ പോയി എന്നെ പൊക്കി കണ്ടക്കടവ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവർ ഇതും മുക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് ഒരു കെട്ട് പഞ്ഞിയും. എന്നിട്ട് എന്നോട് ചോദിച്ചു, എവിടെയാ വീണേ? ഞാൻ പറഞ്ഞു, വഴിയറമ്പിലാ വീണ്. നന്നായിട്ട് വീണോ? കണ്ടില്ലേ, കാല നീട്ടി വാക്ക്. എന്നിട്ട് ഈ പെണ്ണും മുള്ളേന്തി വന്നാലും അവിടെ ഇരുന്നൊരു കുപ്പിക്കകത്ത് ഇതങ്ങ് മുക്കിയിട്ട് ഒരു വാട്ടകം. സ്വത്രം. എൻ്റെ പൊന്നിച്ച് ഞാൻ സ്വർഗം എന്നല്ല, എത്ര സ്വർഗമുണ്ട് അതെല്ലാം കണ്ടു. അതെല്ലാം കണ്ട് ഞാൻ ചോദിച്ചു, പണ്ടേ വീണ് വേദനിച്ചിരിക്കുക, ആ വേദന ഇപ്പോഴും ഇതിനകത്തുണ്ട്, പിന്നെ എന്തിനാ നേഴ്സമ്മ പിന്നെയും വേദനിപ്പിക്കുന്നത്? അപ്പൊ നേഴ്സമ്മ പറഞ്ഞു, ഈ വേദന ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തിനാന്നറിയാമോ? ഈ മുറിവ് വേഗത്തിൽ ഉണങ്ങാനാ. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ, ആർക്കൊക്കെ മനസ്സിലായി എന്നറിയില്ല. ആ വേമൻ മുറിഞ്ഞ ഭാഗത്തേക്ക് ആ സ്പിരിറ്റ് കോരിയിടുന്നത് നിന്നെ വേദനിപ്പിക്കാനല്ല, നിന്റെ വേദന പൊറുപ്പിക്കാനാ. ആർക്ക് മനസ്സിലായി എന്നറിയില്ല. ഇന്ന് നീ കടന്നു പോകുന്ന ആ പ്രശ്നത്തിന്റെ നടുവില് പിന്നെയും വേദന വരുന്നത് നിന്നെ ഞെരിക്കാനല്ല, അതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അമ്മേ, എനിക്കറിയില്ല. ഞാൻ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ ഹൃദയം, എനിക്കറിയാം ചില സമയത്ത് നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് ലൈവായിട്ട് ചില വ്യക്തികളോട് ഇടപെടുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ പിടക്കും.
അത് നമുക്ക് നമ്മുടെ അനുഭവമാണ്. അപ്പൊ ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ എൻ്റെ ഹൃദയം പെടയുന്നത് കൊണ്ട് പറയുക, ആ വേദന എന്തിനാണെന്നറിയോ? നിന്നെ തകർക്കാനല്ല, നിന്നെ പണിത് പൊന്നുപോലെ പുറത്തോണ്ട് വരാനാ. ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട കേട്ടോ. ഇതെന്താ ഈ വേദന മാറാത്തത്? ഇതെന്താ ഈ പ്രയാസം മാറാത്തത്? ഇന്ന് പകൽ കേൾക്ക്, അധികം ചെത്തുന്നത് നിന്നെ അധികം പുറത്തുകൊണ്ട് വരാനാ, നിന്നെ മുറിപ്പെടുത്താനല്ല, ആ മുറിവ് വേദന കൂട്ടാനല്ല. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കല് ഒരു കുരുടനായ മനുഷ്യനെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നു. കന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, യേശുപ്പച്ച, ഇവൻ കുരുടനായി പിറക്കാൻ വാക്യം നിങ്ങൾ പറ, ആര് പാപം ചെയ്തു? ഇവന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം ഇവരുടെ വീട്ടിൽ ആര് പാപം ചെയ്തു? ഇവൻ പാപം ചെയ്തോ? ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തോ? കർത്താവ് അഗ്നി ജ്വാലക്കത്ത് കണ്ണുള്ളവൻ അവന്റെ കുടുംബത്തെ സ്കാൻ ചെയ്തു. ഞാൻ അങ്ങനെയാ പറയുന്നേ. അവിടെ നിന്നുകൊണ്ട് ആ കുരുടന്റെ അപ്പനെ, കുരുടന്റെ അമ്മയെ, കുടുംബത്തെ മുഴുവൻ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകൊണ്ട് അവൻ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തിട്ട് തമ്പുരാൻ പറഞ്ഞു, ഇവന്റെ അമ്മയോ അപ്പനോ പാപം ചെയ്തത് കൊണ്ടല്ല, ഇവങ്കൽ ഒരു ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനാണ്. ഇന്ന് പകൽ മനസ്സിലായവരാമേൻ പറ. എന്തിനാണ് ഈ പ്രശ്നം? ഒരു മഹത്വത്തിന് വേണ്ടിയാ. എന്തിനാണ് ഈ വിഷയം? ഒരു മഹത്വത്തിന് വേണ്ടിയാ. കരം തട്ടി ദൈവത്തെ ആരാധിച്ചു പറ. എന്തിനാ ഈ വിഷയം? ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കണ്ണുനീരൊഴുക്കിയിട്ടും ഈ വിഷയം മാറുന്നില്ല, ഈ പ്രശ്നം പോകുന്നില്ല. കുഞ്ഞേ, ഇത് നിന്നെ ഒതുക്കാനല്ല, ഈ വിഷയത്തിന് ദൈവം ഒരു പരിഹാരം അടച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. ഞാൻ ഒരു കാര്യം കൂടി എൻ്റെ ഉള്ളിൽ വരുന്ന ദൂത് പറയുക. സമയം താമസിക്കുന്നു എന്ന് കരുതി യേശുവിനോട് പ്രിയമില്ല എന്നൊന്നും നിങ്ങൾ പറഞ്ഞു കളയല്ലേ. ഹലോ, ആരോടാ എനിക്കറിയില്ല. ആരെങ്കിലും പരിശുദ്ധാത്മ ഒരു പച്ച ലൈറ്റ് കാണിച്ചാ ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ തലയിൽ കൈവെക്കും. അത് ആമൻ സ്പോട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ആ ദൂത് ആമൻ ചിലരോടാന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുക, സമയം വൈകുമ്പോ ആമൻ എന്നോട് പ്രിയൻ ഇഷ്ടമില്ല എന്ന് വിചാരിക്കരുത്. മാർത്തേ, മറിയേ, താമസിപ്പിക്കുന്നത് ആ ദേശം മുഴുവൻ ഒരു മഹത്വം വെളിപ്പെടുത്താനാ. ഈ മരണം, ഈ രോഗം ദീനത്തിനല്ല, ഈ ദീനം മരണത്തിനല്ല, ഈ ദീനം മരണത്തിനല്ല. ഇതിന്റെ പുറകിൽ ഒരു ദൈവമഹത്വമുണ്ട്. ഈ പ്രശ്നം നിന്നെ ഒതുക്കാനല്ല, ഈ വിഷയം നിന്നെ തകർക്കാനല്ല. ഇതിന്റെ പുറകിൽ ഒരു ദൈവമഹത്വമുണ്ട്. ആമേൻ. ഇന്ന് പകൽ പറയണം, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയിങ്കൽ പ്രത്യാശവയ്ക്ക്. മെസ്സേജ് മറക്കല്ലേ. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഒരു കാരണവശാലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോവല്ലേ. അത് വരും, അത് വരും നിശ്ചയം. അത് വൈകിയാലും അതിനായി പറമക്കളെ, വൈകിയാലും അതിനായി. ഇനി നമ്മള് ഈ മെസ്സേജ് ഒന്ന് തിരിക്കുക. അവിടെ ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന് കോമൺ ആയിട്ടൊരു ദൂതാണ്. ഇനി ഞാൻ ഈ മെസ്സേജ് അവിടെ നിന്ന് ഒരു അല്പം ഒന്ന് റൂട്ട് തിരിച്ചു. എങ്ങനെയാന്ന് വെച്ചാൽ, ദൈവം വെച്ചിരിക്കുന്ന ആ നന്മയിലേക്ക് നമ്മൾ എത്തുമെന്ന് പിശാച് കണ്ടാൽ, ആ നന്മ വലുതാണെന്ന് ശത്രു കണ്ടാൽ, അതിലേക്ക് നിന്നെ എത്തിക്കാതെ നിന്നെ റൂട്ട് തിരിക്കാൻ ശത്രു പദ്ധതി ഒരുക്കും. ഇത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇല്ലല്ലോ. ഒരു വാക്യം തരാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. എല്ലാവരും എടുക്കണം, എന്നാലേ ആ വാക്യം മനസ്സിലാകൂ. 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. 40 ദിവസം പരീക്ഷിച്ചു. ഇനി റോബിൻസൺ ഭാഷ അടുത്ത വാക്യം ഒന്ന് ഷോർട്ടായിട്ടൊന്ന് വായിക്കണം. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല, ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അടുത്ത വാക്യം. അപ്പോൾ പിശാച് എപ്പോൾ വിശന്നപ്പോൾ
വീക്കെൻഡ്സ് എവിടെയാന്ന് ആർക്കറിയാം? അവിടെയാ കേൾപ്പിടിക്കുന്നത്. നിങ്ങളുടെ പരാജയം അതിനെന്താ പറയുന്നേ? മലയാളത്തിൽ നമ്മുടെ ബലഹീനത എവിടെയാന്ന് വീട്ടുകാർക്ക് ആർക്കും അറിയില്ല, പക്ഷെ അവനറിയാം. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനോട് അല്ല, അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന് വിശന്നു. വിശപ്പ് വരുന്നത് വരെ അവൻ അടുത്ത് വന്നിട്ടില്ല. വിശന്ന സെക്കൻഡിൽ അവൻ കേറി. എവിടെയാണോ നിന്നിൽ ഒരു ബലഹീനത പൊങ്ങി വരുന്നത്, അവിടെയാണ് അവന്റെ റൂട്ട്. ഇത് മനസ്സിലായോ? ഒരു ബലഹീനത എപ്പോൾ വെളിപ്പെട്ടോ ആ ബലഹീനതയിലാണ് അവൻ കയറി തൊടുന്നത്. കയറി തൊട്ടിട്ട് ചോദിച്ചു, ഒന്ന് ചോദിച്ചോട്ടെ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അത് വെളിപ്പെടുന്നത് വരെ നിനക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യും. പക്ഷെ അതിനോട് നീ എതിർത്ത് നിന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. അതൊരിക്കലും മറക്കരുത്. ഞാന് പാർട്ടായിട്ട് ഒറ്റ സെക്കൻഡ് സമയമില്ലാത്തതുകൊണ്ടാ. അപ്പോൾ പരീക്ഷ അടുത്ത് വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക. റോബിൻസൺ പാഷേ, ഇപ്പൊ യേശുവിന്റെ കുഴപ്പം എന്നാ? യേശുവിന് ഇപ്പൊ എന്താ ബലഹീനത? ഞാൻ ആ പദം പറയുന്നതുകൊണ്ട് ആരും അതിനെ ദുർവ്യാഖ്യാനിക്കല്ലേ. യേശുവിന് ബലഹീനത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരും അതിനെ പാസ്റ്റർ പറഞ്ഞു യേശുവിന് ബലഹീനതയുണ്ടെന്ന് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞേ. വിശപ്പ് എന്ന മാനുഷിക ബലഹീനത, അതാ ഞാൻ പറഞ്ഞേ. അത് വന്നപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. വിശന്നവന് വിശപ്പിന്റെ പരീക്ഷ മാത്രം പോരെ, അല്ലേ? അല്ല, ഒരു ബലഹീനത ഉണ്ടെന്ന് തോന്നിയാൽ അതിലൂടെ പലതിലേക്ക് നിന്നെ ഡൈവേർട്ട് ചെയ്യും. അടുത്ത വാക്യം. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാനൊരു കാര്യം പറയാ, എത്ര തലകുത്തി നിന്ന് നിനക്കെതിരെ ലൂസിഫർ തലകുത്തി നിന്നാലും നിനക്ക് ജയിക്കാൻ ദൈവം തന്നൊരു ഒറ്റ സാധനമില്ല. ജീസസ്, ആമേൻ പറ ദൈവമക്കളെ. ഇതിനകത്തുള്ള ജീവൻ, ഇതിനകത്തുള്ള വചനം, ഇത് വെച്ച് നീ പോരാടിയാൽ നിന്റെ 4 അയൽവക്കത്ത് അവൻ വരത്തില്ല. വചനം ഹൃദയത്തിലുണ്ടോ, വചനം അകത്തുള്ളവനെ നശിപ്പിക്കാൻ പിശാചിന് കഴിയത്തില്ല. സങ്കീർത്തനം വായിക്കണ്ട. സങ്കീർത്തനം 119 ഒരു വാക്യമുണ്ട്. യഹോവേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ നൽകണം. അപ്പൊ ഇതകത്തുണ്ടെങ്കിൽ നമ്മൾ ജയാളിയ. ഇതകത്തുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പകല് കർത്താദാസൻ ടിനു ജോർജിന്റെ കൊട്ടാരക്കര ചർച്ചിലായിരുന്നു പ്രസംഗിച്ച കൂട്ടത്തിൽ ഈ വചനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് ന്യൂട്രീഷനാ. ഈ വചനം നമ്മൾ കഴിക്കുന്നതെല്ലാം പ്രോട്ടീനാ. മനസ്സിലായില്ലല്ലേ? അവർക്ക് അമ്മ 40 വർഷം എന്തോ കൊടുത്തു? മക്കളെ, മന്ന എന്താ, എങ്ങനെയുള്ള ഫുഡാ? ന്യൂട്രീഷനാ, പോഷകാഹാരമാ. ഞാനെങ്ങനെ പറയുന്നതുകൊണ്ട് പബ്ലിക്ക് പറയാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്ന് പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയാ. ഈ മന്ന കഴിച്ച വിളിക്ക് പോകേണ്ടി വരത്തില്ല. അതാ കഴിക്കുന്ന എല്ലാം ശരീരത്തിലാ, ഒന്നും വേസ്റ്റ് ഇല്ലെന്ന്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എടാ, മണ്ണക്കകത്ത് എന്തില്ല? അത് സ്വർഗീയ ഫുഡാ. അതാ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞേ. പക്ഷെ ഇവന്മാര് പറഞ്ഞു എന്താണെന്നറിയോ? ഞങ്ങൾ ഈ ന്യൂട്രീഷൻ കഴിച്ച് മടുത്ത് ഞങ്ങൾക്ക് പ്രോട്ടീൻ വേണം. അനുസരണം കേട്ടന്മാര്, ഞങ്ങൾ ന്യൂട്രീഷൻ മതിയാക്കി ചിക്കൻ വേണം. ഒരു മാസം, അയ്യോ അതിലോട്ടൊക്കെ പോയി എന്ന് തീരില്ല. ഒരു മാസം മക്കളെ, ഒരു മാസം ഇവന്മാരുടെ കൂടാര വാതിക്ക പറന്നിറങ്ങി ഒരു മാസം നിന്നെന്നാ പറയുന്നത്. ഒരു സ്വോത്രം പറ. ഈ അമ്മ രാവിലെ എഴുന്നേറ്റ് കാടപ്പക്ഷി എല്ലാം കൂടി അകത്തു കൊണ്ടുപോയി മസാലയും എല്ലാം കൂടി ഇട്ടിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അവൻ 3 വയസ്സുകാരൻ ഇത്രയും പൊക്കത്തിൽ പറന്ന് നിൽക്കുന്ന കാടയം കൊണ്ട് വരുന്നു. മമ്മി, ഇതെനിക്ക് അൽഫാടിച്ചതാ എന്ന് വെച്ചാൽ, ആമേൻ, അല്പം മാംസം കഴിച്ചാൽ വയറ്റിനും അകത്തും പ്രശ്നമില്ലാത്ത പ്രായത്തിൽ കയ്യെത്തിച്ച് പിടിക്കാൻ പറ്റുന്ന അത്രയും താഴത്ത് കാട പറന്നു നിന്നു. എന്നെ ആരെങ്കിലും പിടിക്ക്,
എന്നെ ആരെങ്കിലും ഫ്രൈ ചെയ്, ആരെങ്കിലും എന്നെ കഴിക്കെന്നും പറഞ്ഞ് പറന്ന് നിന്നെന്നാ ബൈബിള് പറയുന്നത്. എന്നിട്ടും ദൈവം നിർത്തിയില്ല. ഇവന്മാരുടെ എല്ലാം കൂടി എവിടെ നിന്ന് വന്നു? മൂക്കി കൂടി വന്നെന്നാ പറയുന്നത്. കഴിച്ചട്ടെ, തമ്പുരാൻ കൊടുത്താൽ അങ്ങനെയാ കൊടുക്കുന്നേ. ദൈവം ചെയ്ത് അങ്ങനെയാ ചെയ്യുന്നേ. ഒരല്ലോ പറ. ദൈവത്തെ അളവ് വെക്കല്ലേ കേട്ടോ. ദൈവത്തെ എന്ത് ചെയ്യരുത്. സ്വത്രം. ഞാൻ എപ്പോഴും ഓർക്കും, അമ്മ മക്കളെ, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ എന്തുമാത്രം കഴിക്കാൻ കഷ്ടപ്പെട്ടു അല്ലേ? എന്തുമാത്രം കഴിക്കാനൊക്കെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ബുദ്ധിമുട്ടി. പക്ഷെ ഇന്ന് നമ്മുടെ മക്കള് തിന്ന് കളയുന്നത് എന്തുമാത്രമാണ്. ചിക്കൻ മാത്രമേ ഉള്ളൂ വേസ്റ്റ് ഇല്ലാത്തത്. ബാക്കി കൊടുത്ത എല്ലാം വേസ്റ്റ് അല്ലേ? ചിക്കനാണ് നമ്മുടെ വീട്ടിൽ വെക്കുന്നതെങ്കിൽ പട്ടി വരെ പരാകും അല്ലേ? ചിക്കൻ കഴിച്ചതിൻ്റെ എല്ലുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പട്ടിയാ എല്ലിട്ട് നോക്കിയിട്ട് നമുക്കിട്ടൊരു നോട്ടമുണ്ട്. ഇങ്ങനെ നോക്ക്, നമുക്കിട്ട് നോക്ക്, എന്നാടാ ഇത്. ഒരു ഇച്ചിരിയെങ്കിലും ഏതൊക്കെ സൈഡ് വെറുക്കാൻ പറ്റുമോ അവൻ ചിറകിൻ്റെ അടിയിലൊരു കുഴിയുണ്ട്. ചിറകിൻ്റെ അടിയിലൊരു കുഴിയുണ്ട്. അതിനകത്ത് വരെ ഉണ്ടാകുന്ന വന്ന് മലയാളിക്ക് ഒരു സായിപ്പ് പറഞ്ഞതാ, ഞാൻ ലോകത്തിൽ ഇതുപോലെ കോൾഗേറ്റ് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു സായിപ്പ് പറഞ്ഞാണ് അഭിമുഖത്തിൽ. എന്താന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു, എല്ലാ വീട്ടിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവര് സ്ലാബ് വെച്ച് കത്തി വെച്ച് വടിക്കാറുണ്ട് അത്രേ. അത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ്, വിടത്തില്ല നമ്മൾ. അവൻ്റെ തലയും കുഞ്ചിയും ഓടിച്ച് വഴിക്കേണ്ടതെല്ലാം വടിച്ചെടുത്തിട്ട് നമ്മൾ എറിയും അല്ലേ? അങ്ങനെയാ. പക്ഷേ ഇവന്മാർക്ക് വേണ്ടത് പ്രോട്ടീനാ. കർത്താവ് കൊടുത്തില്ലേ? പറതയോ മക്കളെ. പക്ഷെ അടുത്ത വാക്യം വായിച്ചപ്പോൾ എന്റെ വിഷയം അതല്ല. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. മോനെ, എന്റെ ചോദ്യം, എന്താ യേശുവിന്റെ പ്രശ്നം? നിങ്ങൾ എന്നോടൊപ്പം നല്ല മനസ്സിലാവും. വിശപ്പല്ലേ? ആഹാരത്തിന്റെ പരീക്ഷ പോരെ, അതിലല്ല പിടിച്ചിരിക്കുന്നേ. പക്ഷേ ആഹാരത്തിൽ തുടങ്ങി അവൻ കൊണ്ടുപോയത് എവിടേക്കാന്നറിയോ? സകല നാമത്തേക്കാൾ മേലായ നാമമായ യേശുവിന്റെ നാമമായി പിതാവ് ഉയർത്താൻ വെച്ചിരിക്കുന്ന ആ ഉയർച്ചയിലേക്ക് യേശുവിനെ കൊണ്ടുവരാതെ ഈവൻ ഷോർട്ട് കട്ട് വഴി യേശുവിനെ ഉയർത്താൻ നോക്കി. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഇത് ദൂതാണ്. ദൈവം എനിക്കും നിങ്ങൾക്കും വെച്ചിരിക്കുന്ന ഒരു ഉയർച്ചയുണ്ട്, ഒരു മാന്യതയുണ്ട്. ആ മാന്യതയിലേക്ക് നിന്നെ കൊണ്ടുവരാതെ എളുപ്പത്തിൽ നിന്നെ പണക്കാരനാക്കാൻ, എളുപ്പത്തിൽ നിന്നെ സമ്പന്നനാക്കാൻ, എളുപ്പത്തിൽ നിനക്കല്പം പണം തരാൻ കൊണ്ടുവരുന്ന ഒരു ഷോർട്ട് കട്ടും അവൻ ദൈവത്തിൻ്റെതല്ല, അത് പിശാചിൻ്റെതാണ്. അതിന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൂരീകരിക്കണം. ആമേ. ഒരല്ലേലൂയ പറ. ഇങ്ങണ്ടാക്സും ഈടിയും ഒന്നും നിന്റെ വീട്ടിൽ കയറി ഇറങ്ങാതിരിപ്പാൻ പെട്ടെന്നുള്ള ശത്രു കൊണ്ടുവരുന്ന ഉയർച്ചയൊന്നും വേണ്ട ദൈവ പൈതലേ. ആ ഉയർച്ച നിന്നെ കൊണ്ടുപോയി ഒതുക്കും. ആമേ. പിശാച് അവനെ മേലോട്ട് കൊണ്ടുപോയി രാജ്യം കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് തരാ. എന്നാൽ യേശു പറഞ്ഞ, പോട പിശാചേ, എന്റെ തമ്പുരാൻ വെച്ച സമയത്ത് എനിക്കൊരു ഉയർച്ചയുണ്ട്. സകല നാമത്തേക്കാൾ മേലായ നാമമായ യേശു കർത്താവിന്റെ നാമം, അത് ഉയർച്ചയുടെ കരമാണ്. അത് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അത് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് വരുന്നത് വരെ. ആമേൻ. അതിജീവനത്തിൻ്റെയും ഉപജീവന ചിന്തകളാലും മനുഷ്യൻ വലഞ്ഞട്ടെ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് പണക്കാരനാകാൻ, പെട്ടെന്ന് കോടീശ്വരനാകാൻ മനുഷ്യൻ കാണിച്ചുകൂടുന്ന ബദ്ധപ്പാട് അവൻ ഇരുമ്പഴിക്കകത്ത് കൊണ്ടുപോയി ഒതുക്കുമ്പോൾ ഇന്ന് പക ദൈവസഭയെ നോക്കി ആത്മാവിൽ പറയുന്നു, നോ, അതിലോട്ട് നിങ്ങൾ പോവരുത്. ഉയർച്ച വരും, അവൻ മാന്യത വരും. പ്രത്യാശ വയ്ക്കുന്നവന് ദൈവം ഉയർത്തും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കണം. ഞാൻ മെസ്സേജ് 5 മിനിറ്റിനകത്ത് നിർത്തും. പക്ഷെ ഈ മെസ്സേജ് കുറിച്ച് വെച്ചോ, ദൈവത്തിന്റെ സമയത്തല്ലാതെ കൊണ്ടുവരുന്ന ഒരു ഉയർച്ചയും അത് ദൈവീകമല്ല. ഒന്നിലും നിങ്ങൾ കൈ കൊടുക്കരുത്. കോളുകൾ ഒരുപാട് വരും. ഞാൻ എവിടെയോ പറഞ്ഞു, എൻ്റെ അടുത്തൊന്നൊരു
ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു കമ്പനി തുടങ്ങാൻ പോകുക. എവിടെ? കേരളത്തിൽ. പക്ഷെ പാസ്റ്ററിന്റെ ഒരു പേരും ലെറ്റർ പേഡും വേണം. ഞങ്ങൾക്ക് ആ കമ്പനി ഒന്ന് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ ഞങ്ങൾക്കൊരാളെ വേണം. ഒരു മെഡിക്കൽ എക്യുപ്മെന്റാ. അതിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്കൊരു കമ്പനി തുടങ്ങണം. പാസ്റ്ററിന്റെ പേര് വേണം. അത് ഫോം ചെയ്യണം. പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് ചോദിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അതേ ഫോൺ ചെയ്തത് തിരിച്ചു പറഞ്ഞു, സ്നേഹിത, എൻ്റെ വിളി കർത്താവിൻ്റെ വേലയുടെ വിളിയാ, പാർട്ട്ണർഷിപ്പ് വിളിയല്ല. ഒരല്ലേലൂയ പറ. ദൈവദാസന്മാരെ, നമ്മെ വിളിച്ചത് കർത്താവിന് വേല ചെയ്യാനാ, കൂട്ടുവേല ചെയ്യാനല്ല, ബിസിനസ് ചെയ്യാനല്ല. പലരും ഇന്ന് അതിലോട്ട് പോകുന്നത് ശുശ്രൂഷയുടെ തകർച്ച. നമ്മെ വിളിച്ച അതിനല്ല. പണ്ടൊരിക്കൽ ആശാരി ഉപദേശിയെ വർഷങ്ങൾ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആശാരിയെ വിളിച്ചിട്ട് ജർമ്മൻകാരൻ സായിപ്പ് പറഞ്ഞു, നിങ്ങൾ കേരളത്തിന്റെ അപ്പോസ്തലൻ എന്നറിയുന്നു. അനാഥശാല തുടങ്ങാൻ, അഗതി മന്ദിരം തുടങ്ങാൻ 2.5 കോടി രൂപ, പെരുമ്പാവൂര് പ്രസംഗിച്ചതാ, 2.5 കോടി രൂപ നിങ്ങൾക്ക് തരാം, അനാഥശാല തുടങ്ങാൻ പറഞ്ഞു. ആശാരി പറഞ്ഞു, സായിപ്പേ, കൊച്ചുപിള്ളയുടെ ചന്തി കഴുകാനല്ല എന്നെ ദൈവം വിളിച്ചത്, എന്നെ വിളിച്ചത് സുവിശേഷം അറിയിക്കാനാ. ഞാൻ ആ ദൂത് കേട്ട് പെരുമ്പാവൂര് പ്രസംഗിച്ചതാ, യൂട്യൂബിൽ കിടപ്പുണ്ട്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നെ വിളിച്ചത് ആമേൻ കൊച്ചുകളുടെ ചന്തി, അതിന് വിളിയുള്ളവരുണ്ട്, അത് ചെയ്യട്ടെ. അതിന് വിളിക്കപ്പെട്ടവരുണ്ട്, അത് ചെയ്യട്ടെ. അതിന്റെ പുറകെ പോയി 12Aയും FCRയും എടുത്ത് അവസാനം BDയും ഇൻകം ടാക്സും എല്ലാം വീട്ടിൽ കയറി നിരങ്ങുന്നതിനേക്കാൾ നല്ലത് ലഭിച്ച കൃപയിൽ നിലനിൽക്കുന്നതല്ലേ നല്ലത്. വിളിച്ച വിളിക്കനുസരിച്ച് മുന്നേറുന്നതല്ല നല്ല. നമ്മൾ ചെയ്യരുത് നമ്മുടെ മേൽ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടല്ലേ ഞാൻ അടിച്ചേ. ഇതപ്പൻ, അവൻ ചിലപ്പോൾ ചെയ്യും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവൻ തടകും. അപ്പന്റെ ശിക്ഷ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിഞ്ഞു പോവരുത്. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ തന്റെ ഭക്തന്മാരോട് ദൈവത്തിന് കരുണ തോന്നും. നിർത്തണം അല്ലേ? അല്ലെങ്കിൽ ഞാൻ എത്തത്തില്ല. എനിക്കാണ് നിർത്താനൊക്കെ ഒന്നുമില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഒരിക്കലും വളഞ്ഞ വഴി പോവല്ലേ. നേരായ മാർഗത്തിലൂടെ അനുഗ്രഹം മതി. നേരായ മാർഗത്തിലൂടെ ഉള്ള നന്മ മതി. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് പറ, വളഞ്ഞ വഴിയിലെ ഒരു നന്മയും വേണ്ട, അരുതാത്ത ഒരു നന്മയും വേണ്ട, കള്ളക്കണക്കെഴുതിയ ഒരു നന്മയും വേണ്ട,
അരുതാത്ത നമ്മുടെ വീണ്ടും വാദിക്ക വരുന്ന ഒരു നന്മയും വേണ്ട. വരുന്ന നന്മ തലമുറക്ക് ഗുണമാകണമെങ്കിൽ ആ നന്മയൊന്നും വ്യാജമാകരുത്, കള്ളക്കണക്കെഴുതിയതാകരുത്, അനാവശ്യമായതാകരുത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്തെല്ലാം തരികടയാ നടക്കുന്നേ. എന്റെ കാറ് സർവീസിന് കൊണ്ടായി കൊടുത്തു. ഈ നമ്മള് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്ത് കടന്ന് ജീവിച്ചിട്ട് വിശ്വാസത്തിൽ വന്നുകൊണ്ട് ഇച്ചിരിയൊക്കെ തരികട നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വണ്ടി സർവീസിന് കൊടുക്കുന്നതിന് മുമ്പ് ബാറ്ററി അതിനകത്തൊന്ന് ഊരി ബാറ്ററിയുടെ താഴെ കമ്പി, ഇരുമ്പ് കമ്പി പഴിപ്പിച്ചിട്ട് CX എന്ന് എഴുതി ബാറ്ററിയുടെ അടി. എന്നിട്ടാ സർവീസിന് കൊടുത്തേ. സർവീസ് കഴിഞ്ഞ് വണ്ടി ഇറക്കി മാറ്റിയിട്ടിട്ട് ആദ്യം ഞാൻ എടുത്തു നോക്കിയത് ബാറ്ററിയാ. പുത്തൻ വണ്ടിയല്ലേ, ബാറ്ററിമാർ അടിച്ചു മാറ്റിയിട്ട് പഴയ ബാറ്ററി വെച്ച് തന്നു. മാത്രം പറഞ്ഞേ, ഞാൻ ഇത് ഫോട്ടോ എടുത്താ ചെന്നേ. ഒന്നുമില്ല, നേരെ ഓഫീസിൽ ചെന്നു, ഒരു ലെറ്റർ എഴുതി, ഒരു കംപ്ലൈന്റ് കൊടുത്തു. അവിടെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു, പ്രശ്നമായി. ഹെഡ് ഓഫീസ് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, വണ്ടി അവിടെ വാതിക്കെ കിടപ്പുണ്ട്. എന്താ സാറേ? ബാറ്ററി. നിമിഷ നേരം കൊണ്ട് ബാറ്ററി വന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചു, മോനെ എന്റെ ഈ ബാറ്ററി അടിച്ച് നീ അടുത്ത വണ്ടി കൊടുത്തത് നിനക്ക് എത്ര കിട്ടും? 2000 രൂപ കിട്ടും. നീ 2000 രൂപ കാണോ പൊന്നെ ഇത്രയും വലിയ ചതിവ് ചെയ്തേ? നീയും നിന്റെ തലമുറയും ഗുണം പിടിക്കുവാടാ. സാറേ പറ്റിപ്പോയി. ഇന്ന് പകൽ ഒരു ദൂത് ഏറ്റെടുത്തോ. അനാവശ്യമായ ഒരു സമ്പന്നതയും നമുക്ക് വേണ്ട. ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന 1 രൂപ പോലും ദൈവഹിതമല്ലാതെ നിന്റെ പോക്കറ്റിൽ വരണ്ട. അത് നന്നല്ല കുഞ്ഞെ, അത് നല്ലതല്ല, അത് ഒരിക്കലും നല്ലതല്ല. കരം തട്ടി കർത്താവിന് മഹത്വം കൊടുക്ക്. ആമേൻ. ആവശ്യമില്ലാത്ത ഒരു വഴിയും ഒരു റൂട്ടും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഹല്ലേലൂയ. 2 കാര്യം കൂടി പറഞ്ഞേക്കാം. ഒന്ന്, അബ്രഹാം ദൈവശബ്ദം കേട്ടവനാ. അബ്രഹാം പുതിയ യാഗപീഠം അടിച്ചവനാ. കുറച്ച് കഴിഞ്ഞപ്പോ സാറായിയുടെ ശബ്ദം കേട്ടു, സാറായിയുടെ വാക്ക് കേട്ടു. ഈ ദൈവ ശബ്ദം കേട്ടു പോകുന്നവൻ മനുഷ്യന്റെ ശബ്ദം കേട്ടു പോയാലുള്ള ദുരിതം എന്നാണെന്നറിയോ? അതാരാണേലും അവൻ ഗതികേടിലാകും. ഇതൊക്കെ കേൾക്കണോ? പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ വിശദമായിട്ട് പ്രസംഗിക്കാം. ദൈവശബ്ദം കേട്ട അബ്രഹാം സാറായിയുടെ വാക്ക് കേട്ട്, ഒന്ന് അവിടെ ക്ഷാമം വന്നപ്പോൾ പുള്ളി എവിടേക്ക് പോയി? മിസ്രയീമിലേക്ക് പോയി. ദൈവത്തോട് ചോദിച്ചില്ല. 2 തെറ്റ് ചെയ്തു. ഒന്ന്, ക്ഷാമകാലത്ത് മിസ്രയീമിലേക്ക് ഓടി. 2, സാറായിയുടെ വാക്ക് കേട്ടു. 13-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുമ്പോ കുഴച്ചിൽ പിടിച്ചു പുള്ളി. ദൈവശബ്ദം കേട്ടവൻ മനുഷ്യന്റെ ശബ്ദം കേട്ട അബ്രഹാമിന്റെ വീട്ടിൽ പ്രശ്നമായി. 2 കാര്യമേ അബ്രഹാം ചെയ്തുള്ളൂ. 2 തെറ്റ് ചെയ്തു. ഒന്ന്, ദൈവത്തോട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോയി. 2, സാറാമ്മച്ച് പറഞ്ഞു, ഹാഗാറിനെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഈ 2 കാര്യം ദൈവത്തിൽ നിന്ന് മാറി ചെയ്തപ്പോൾ 13-ാം അധ്യായത്തിൽ അബ്രഹാം കുഴച്ചിൽ പിടിച്ചു. വീട്ടിൽ പിള്ളേര് തമ്മിലടി, ഇടയന്മാർ തമ്മിലടി, കൂടെ വന്നവർ പിരിഞ്ഞു. ദൈവശബ്ദം കേൾക്കാതെ മാനുഷിക ശബ്ദം കേട്ടാൽ വീട്ടിൽ കലഹമുണ്ടാകും. കൂടെ നിന്നവർ പിരിയും, അടുത്ത് നിന്നവർ പലരും വിട്ടുമാറും. പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ അബ്രഹാം തിരിച്ചു വന്നപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി കൊടുത്തു. ഒരു നിമിഷം എല്ലാവരും ചാടി ഒന്ന് എഴുന്നേറ്റ് നമ്മളൊരു അല്പസമയം ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിച്ച് യഹോവയെങ്കിൽ പ്രത്യാശ വെക്കണം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എല്ലാ കണ്ണുകളും നടച്ചേ, ആത്മാർത്ഥ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിച്ചേ, ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാവരും കരമടിച്ച് അല്പസമയം നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. ആമേൻ ആമേൻ. ആമേൻ കർത്താവ് നമ്മെ നടത്തുന്നത് ഒരു സിയോൻ യാത്രയാണ് ദൈവമക്കളെ. ആ സിയോൻ യാത്രയിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകല പ്രശ്നങ്ങളെയും അതിജീവിച്ച് പ്രത്യാശ വെച്ച് കർത്താവിൽ ഹൃദയം ഉറപ്പിച്ച് മുന്നേറാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തിട്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. എല്ലാ കരങ്ങളൊന്നും ഉയർത്തി ആ കേട്ട വചനത്തെ ഒന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറയാമോ? ജീവിതത്തിൽ തളർന്നു പോകുവാനല്ല, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മുന്നേറുവാൻ. ഈ സിയോൻ യാത്രയിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഞാൻ മുന്നേറുമെന്ന് ഉറപ്പുള്ളവർ അതരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മാവിലൊന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ഒരു നിമിഷം ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാ കരങ്ങളെയും തട്ടി ആത്മാവിൽ 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 ബലത്തോൾ. ഓ റബശബല റഖമനറിയൽ തേരി ബൗഡർ ഖമൗരി തേരി ബെരെ ബൗഡർ ഖമനോരി എം ഷക്കേരിയ തേരി. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലേഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലേഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻ കരം നൽകുമെന്നീശ്വരിൽ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻ കരം നൽകുമെന്നീശ്വരിൽ എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനേ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനേ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ.
സിയോൻ സഞ്ചാരി ഞാൻ യേശുവേ പോകുന്നു കുരിശിന്റെ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ ഭാരവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും ഭാരവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി പോകുന്നു കുരിശിന്റെ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ ഒരിക്കൽ കൂടെ ആമേ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവമക്കളെ, 2025 നമ്മുടെ മുമ്പിൽ തീരാൻ വേണ്ടി പോകുമ്പോൾ ഈ വർഷത്തിന്റെ അവസാനം പരിശുദ്ധാത്മ നമ്മളെ ഉറപ്പിക്കുകയാണ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. എന്തൊക്കെ പ്രതികൂലം നിന്നെ ഉലയ്ക്കാൻ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ മൂടാൻ വന്നാലും ഇതൊന്നും നമ്മളെ തൊടത്തില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അപ്പൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും പരിശുദ്ധാത്മാവ് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങിൽ ധൈര്യപ്പെട്ടിരിക്കുവാൻ, അങ്ങിൽ ഉറച്ചിരിക്കുവാനുള്ള കൃപയും സാന്നിധ്യവും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ദൈവം പകർന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ സ്വർഗം അനുഗ്രഹിച്ചാട്ട കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസനിലൂടെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തന്നെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണേ. ഈ ദിവസങ്ങളിൽ കർത്താവേ, ദൈവസനെ ധൈര്യത്തോടെ ഇരിപ്പാൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, ഞങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കുവാനുള്ള കൃപയും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ സ്വർഗം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ ദൈവജനത്തെ സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിഷിക്തൻ്റെയും കുടുംബത്തിൻ്റെയും യാത്രയുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണം, എല്ലാം നന്മ കൊണ്ട് നിറയ്ക്കണം. കടന്നു വന്ന ഓരോ ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരും സ്വർഗം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവേ, ദൂരത്തായിരിക്കും ഞങ്ങളുടെ കൃപമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ബർത്ത്ഡേ ആണല്ലോ, ദൈവങ്ങളെ അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മ കൊണ്ട് നിറയ്ക്കണം. ദൈവ സാന്നിധ്യം കൊണ്ട് പോകുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ കൃപയിൽ എല്ലാവരും പൊതിഞ്ഞാട്ടെ. മഹത്വം എല്ലാം പരിശുദ്ധാത്മാവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം, കാവലും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേൽ കേൾപ്പിച്ച ദൈവജനത്തിന്മേലും കടന്നു വന്ന ഓരോ ദൈവജനത്തിന്മേലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ പോകുമ്പോൾ പ്രിയ വിൽസൺ ബ്രദറിന്റെ കുഞ്ഞിൻ്റെ സമർപ്പണത്തോടനുബന്ധിച്ച സ്വീറ്റ്സ് ഉണ്ട്, അത് മേടിച്ച് കഴിച്ചതിന് ശേഷം കടന്നു പോകുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബുധനാഴ്ച ലേഡീസ് മീറ്റിംഗിന് കടന്നു പോകുന്ന സഹോദരിമാർ രാവിലെ 7 മണിക്ക് തന്നെ ചർച്ചിൽ കടന്നു വരിക. ഇവിടെ ഒന്ന് വാഹനമുണ്ടാകും. നിങ്ങൾ അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും വാഹനമുണ്ടാകും. ഞങ്ങളത് ചെയ്യണമെന്ന് ദൈവത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.